ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്നിപ്പോൾ ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗ് ഇതിന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. വേണമെങ്കിൽ നൈറ്റ് വ്ളോഗൊന്നും വിളിക്കാം. 6 മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇവിടെ ഇപ്പം ഡേ ടൈമിലാണെങ്കിലും നൈറ്റിലാണെങ്കിലൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല ഇരുടായി തുടങ്ങുന്നുണ്ട്. മോൾ ഈ ഒരു സമയത്ത് ട്യൂഷന് പോകുന്നതുകൊണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ഞാൻ തന്നെയാണ് വിളക്ക് കത്തിക്കുന്നത്. സന്ധ്യാനേരത്തെ വിളക്ക് കത്തിക്കലും നാമം ജപിക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമുള്ള പണികളൊക്കെ തന്നെയാണ് കേട്ടോ. അടുക്കളപ്പണി തന്നെയായിട്ട് മെയിനായിട്ട് ഉണ്ടാവുക. ദിവാലി കഴിഞ്ഞിട്ട് ഇതുവരെയായിട്ട് നമ്മുടെ സ്റ്റാറും ലൈറ്റുകളൊന്നും ഇതുവരെ ഊരി വെച്ചിട്ടില്ല. ക്രിസ്മസും ന്യൂ ഇയറൊക്കെ കഴിഞ്ഞിട്ട് ഊരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ്. സ്റ്റാർ ഊരി വയ്ക്കാറില്ല, ബാക്കിയുള്ള ലൈറ്റുകളൊക്കെ ഊരി വയ്ക്കും കേട്ടോ. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ടും ഇതിപ്പം ഓണാക്കി വയ്ക്കും ബാൽക്കണിയിലുള്ളത്. പിന്നെ കുറച്ച് നേരം ആ ലൈറ്റ് കത്തുന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും. അതൊരു രസമാണ് നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ അടുത്ത് ആരെങ്കിലും ഈ വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയും കേട്ടോ, എനിക്ക് ബാൽക്കണിയാണ് ഇഷ്ടമെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പോയി കഴിഞ്ഞ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ബാൽക്കണിയിലൊക്കെ വന്നിരിക്കും. ആ ഊഞ്ഞാലിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കും. ബാൽക്കണീൻ്റെ പുറത്ത് ഡയറക്റ്റ് നമ്മൾ കാണുക റോഡാണ്. അപ്പോൾ പിന്നെ ആൾക്കാർ പോകുന്നതും വരുന്നതും വണ്ടി വരുന്നതും പോകുന്നതും ഒക്കെ കാണും. പിന്നെ എന്താണ് മരത്തിൻ്റെ മുകളിലൊക്കെ ഇഷ്ടം പോലെ അണ്ണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ചിലാന്ന് ഒച്ചയുണ്ടാക്കും. നമ്മളെ ബാൽക്കണിയിൽ തൊട്ട് മുന്നേ തന്നെ വലിയൊരു മരമുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ സ്ഥിരം വന്നിട്ട് ഒച്ചയുണ്ടാക്കും. പിന്നെ ബാൽക്കണി ഇരിക്കുന്നതെന്ന് വെച്ചാൽ പ്രാവ് വരും. പ്രാവിൻ്റെ ശല്യം ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഞാനിങ്ങനെ ഓടിച്ച് ഇപ്പം പ്രാവ് ഇപ്പം അങ്ങനെ വരുന്നില്ല. പ്രാവ് വരാത്തതിന് ഒരു റീസൺ ഉണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം 2 പ്രാവുകൾ തമ്മിൽ എൻ്റെ ബാൽക്കണിയിൽ കിടന്ന് അടി ഉണ്ടാക്കിയിട്ട്, ബാൽക്കണീൻ്റെ ഉള്ളിൽ തന്നെ അടി ഉണ്ടാക്കിയിട്ട് അവസാനം ഒരു പ്രാവ് ചത്തുപോയിട്ടുണ്ട്. ഫുള്ള് ചോരയൊക്കെ ആയിട്ട് എൻ്റെ പുല്ല് ഫുള്ള് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണത് ക്ലീൻ ചെയ്തൊക്കെ ചെയ്തത്. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ പ്രാവിൻ്റെ ഒച്ച എവിടെ നിന്നെങ്കിലും കേൾക്കുകയാണെങ്കിൽ ഓടിച്ച് കളയായിരുന്നു. അതുകൊണ്ടാട്ടോ ഇപ്പം മെയിനായിട്ട് വരാത്തത്. ഇന്ന് ഡിന്നറിന് ഞാനൊരു വെറൈറ്റി ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത്. വെറൈറ്റി ആണോ എന്ന് ചോദിച്ചാൽ വെറൈറ്റി തന്നെയാണ്. ഉച്ചയ്ക്കത്തെ പരിപ്പ് കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. മാവ് കുഴയ്ക്കുന്ന സമയത്ത് പൊടീൻ്റെ അകത്തേക്ക് ഈ പരിപ്പ് കറിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ കുഴച്ച് വയ്ക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെയുള്ള ചപ്പാത്തികൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് വയ്ക്കുമ്പോഴേക്കും മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ട്യൂഷനിൽ അവളെ കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ വരികയാണ് ചെയ്തത്. വന്നപ്പാട് പറഞ്ഞ് എനിക്ക് ചായ വേണമെന്ന്. സ്ഥിരം മൂപ്പര് ചായ കുടിക്കൂല, ചിലപ്പോഴൊക്കെ മാത്രമേ ചായ വേണമെന്ന് പറയുള്ളൂ കേട്ടോ. ചില ദിവസം ഞാൻ ചായ ഉണ്ടാക്കി വയ്ക്കും, അന്ന് അവൾ കുടിക്കൂല, ആ ചായ വേസ്റ്റ് ആവുക ചെയ്യുക. ഇന്ന് ഞാൻ അവൾക്ക് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വന്നപ്പാട് തന്നെ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കുറച്ച് നേരം അവളുടെ സ്കൂൾ വിശേഷങ്ങളും ട്യൂഷൻ വിശേഷങ്ങളൊക്കെ കേട്ട് കുറച്ച് നേരം അവളുടെ കൂടെ തന്നെ ഇരുന്നിട്ട് പിന്നെ വീണ്ടും അടുക്കളയിലേക്ക് കയറി കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഒരു ചിക്കൻ കറിയാട്ടോ ഉണ്ടാക്കുന്നത്. ആ ചിക്കൻ കറിക്കും ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇന്നലത്തെ ചിക്കൻ്റെ 2 കാലല്ല ചിക്കൻ്റെ ഫ്രൈ ബാക്കിയുണ്ടായിരുന്നു. അത് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഡ്രൈ ഫ്രൈ പോലെയാട്ടോ ഉണ്ടാക്കുന്നത്. ഇവിടെ ചാറ് കറി വേണമെന്നൊന്നുമില്ല ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് 3 മീഡിയം സൈസ് ഉള്ളി ഞാൻ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിക്കനൊക്കെ എല്ല് കളഞ്ഞിട്ട് അതും നന്നായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ല് വേണമെങ്കിൽ യൂസ് ചെയ്യാം. എല്ല് യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കഴിക്കാൻ ടേസ്റ്റ് കേട്ടോ. ഞാൻ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്ത സമയത്ത് മെയിനായിട്ട് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോപ്പർ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, ഏത് ബ്രാൻഡാണ്, ഓൺലൈൻ പർച്ചേസ് ആണോ എന്നൊക്കെ. ഇത് ഇംബെക്സ് ബ്രാൻഡിൻ്റെ ചോപ്പറാണ്. ലുലു മാളിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചത്, ബാംഗ്ലൂർ. പിന്നെ ഇത് ഓൺലൈനിൽ കിട്ടുമോയെന്ന് എനിക്കറിയില്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ചോപ്പറിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ചോപ്പർ തന്നെയാണ്. ചോപ്പർ വാങ്ങിയിട്ട് സെറ്റ് ആവാത്ത ആൾക്കാർ ഈ ഒരു ചോപ്പർ ഒന്ന് വാങ്ങിച്ച് നോക്കിയോ കേട്ടോ. പിന്നെ മെയിനായിട്ട് ചോദിക്കുന്ന വേറൊരു ചോദ്യമാണ് ഈ ഒരു പാത്രം ഓൺലൈൻ ആണോ എന്ന്. അല്ല കേട്ടോ, ഇത് നോൾട്ടയുടെ പാത്രമാണ്. നോൾട്ടേൻ്റെ ഓൺലൈൻ വെബ്സൈറ്റിൽ കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. ഇത് ഞാൻ വാങ്ങിച്ചതല്ല, വീട്ടിൽ അച്ഛൻ വാങ്ങി വെച്ചെടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. ഇങ്ങനെ വീട്ടിലുള്ള പല സാധനങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ അടുക്കളയിൽ ഞാൻ. ഇനിയും പല സാധനങ്ങളും നോട്ടോട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചീത്ത കേൾക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് അതൊന്നും ഇങ്ങ് എത്താത്തത്. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചിക്കൻ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ ചിക്കൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്കാണ് കട്ട് ചെയ്തിടുക കേട്ടോ. ഒരു 1.5 തക്കാളിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ആകെ അത്രയേ ഉള്ളൂ, കുറച്ച് ചിക്കനേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ചൊരു ക്വാണ്ടിറ്റി ഇട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി 2 എടുത്തിരിക്കുന്നത്. 2 അല്ല, 1.5 തക്കാളി. തക്കാളിയും കൂടെ മുറിച്ചിട്ടാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ ഉണ്ടല്ലോ, ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാലേൻ്റെയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവില്ല, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയും കൂടി ചെയ്യുക. ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. ഇനി അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു
1 കപ്പ് വെള്ളം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. തക്കാളിയൊക്കെ പച്ചയാണല്ലോ, അതൊക്കെ അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ച് വെച്ചൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലാണ്. ആ സാധനങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടാകുമ്പം ഫുള്ളായിട്ട് വെള്ളമൊക്കെ വറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കുറച്ച് സോയാ സോസും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അവസാനമായിട്ട് കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിലേക്ക് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയുള്ളത് ചപ്പാത്തി ചുടുക എന്നുള്ളതാണ്. ചപ്പാത്തിയും എനിക്കും പൊന്നിനും മാത്രമേ വേണ്ടൂ ചപ്പാത്തി. അതുകൊണ്ട് 4 ചപ്പാത്തിയേ വേണ്ടൂ. പ്ലെയിൻ ചപ്പാത്തി അല്ലാണ്ട് ഇതുപോലെ എന്തെങ്കിലും സ്റ്റഫ് ചെയ്ത ചപ്പാത്തി എന്തെങ്കിലും ആഡ് ചെയ്ത ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് നെയ്യ് അതിൻ്റെ മുകളിലേക്കൂടെ സ്പ്രെഡ് ചെയ്യും. അപ്പോഴാണ് ഒന്നുകൂടെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് ചപ്പാത്തിൻ്റെ മുകളിലാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചപ്പാത്തിയും തമ്മിൽ ഉരച്ചു കൊടുക്കും. അതല്ലെങ്കിൽ ഒരു ചപ്പാത്തി തന്നെ ഫോൾഡ് ചെയ്തൊന്ന് ഉരച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ ഫുള്ള് പൊടിയാവില്ല കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലൊക്കെ. അതൊക്കെ അപ്പം തന്നെ അങ്ങ് തുടച്ച് കളയും. പിന്നെ പാത്രമൊക്കെ എന്തെങ്കിലും ഒരുപാട് കഴുകാനുണ്ടെങ്കിൽ അപ്പം തന്നെ കഴുകി വയ്ക്കും. അതല്ലെങ്കിൽ നമ്മളും കൂടെ ഫുഡ് കഴിച്ചിട്ട് കഴുകാൻ നിന്നാൽ ഒരുപാട് പാത്രമായി പോകും. ഇന്നിപ്പോൾ തൽക്കാലം ഒരുപാട് പാത്രമൊന്നുമില്ല ബേസിനിൽ. അപ്പോൾ പിന്നെ ലാസ്റ്റ് കഴുകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയാണ്. കൗണ്ടർ ടോപ്പ് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യും കേട്ടോ. നമ്മൾ വെജിറ്റബിൾ വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റും. ഒന്ന് ക്ലിയർ ആക്കും ടേബിൾ. അല്ലെങ്കിൽ എനിക്കത് കാണുമ്പോണ്ടല്ലോ ആകപ്പാടൊരു ദേഷ്യം വരും. കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ പല സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. രാവിലത്തെ 2 കഷ്ണം പുട്ട് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. കിരണേട്ടന് പുട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വേറെ പുട്ടൊന്നും ഉണ്ടാക്കിയില്ല. രാവിലത്തെ പുട്ട് തന്നെ ചൂടാക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ മൈക്രോവേവിലാണ് പുട്ട് ചൂടാക്കി എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പുട്ട് ഫുള്ളായിട്ട് പൊടിക്കും കേട്ടോ. പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. എന്നിട്ട് മൈക്രോവേവിൽ 900 ഡിഗ്രി സെൽഷ്യസിൽ 1 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചെയ്താൽ അപ്പോൾ നല്ല ആവി പറക്കുന്ന പുട്ട് നമുക്ക് കിട്ടും. പിന്നെ ആകെയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ പുട്ടിൻ്റെ ഷേപ്പിലായിരിക്കില്ല, പുട്ട് പൊടിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക, അത്രമാത്രം. നിങ്ങൾ ഈ ഒരു ഡൈനിങ് ടേബിൾ കണ്ടോ? ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു മനുഷ്യനും ഇരിക്കാറില്ല കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഇരിക്കുന്നത് ഈ സോഫേൻ്റെ മുകളിലാണ്. ടി വിയും കണ്ടുകൊണ്ട് ഈ സോഫേൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം കഴിക്കുന്നത്. അത്യാവശ്യം ആരെങ്കിലും വന്നാൽ മാത്രമേ ഈ ഒരു ഡൈനിങ് ടേബിളിൽ എനിക്ക് യൂസ് ഉള്ളൂ. ഈ ഒരു ഡൈനിങ് ടേബിൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന്. നാട്ടിൽ നിന്ന് ഫർണിച്ചറൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെ കൊണ്ടുവന്നതാണ്. ചെറിയൊരു ഡൈനിങ് ടേബിൾ കേട്ടോ. 4 ചെയറിൻ്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ കിടക്കുക ചെയ്യുന്നത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈ ഉണങ്ങി പറ്റുന്നതിന് മുന്നേ പോയിട്ട് പാത്രമൊക്കെ കഴുകി കൈയൊക്കെ കഴുകണമെന്ന് ഞാൻ പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനും കിരണണ്ണും എണീക്കുകയില്ല. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറോളം ആ സോഫേൻ്റെ മുകളിൽ തന്നെ ഇരുന്നിട്ട് ടി വിയൊക്കെ കണ്ടുകൊണ്ട് കുത്തിരിക്കും. മോള് പിന്നെ ഇരിക്കില്ല. ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ എണീറ്റ് അവളങ്ങ് പോവും. ടി വിയിൽ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും, അത് കണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പാത്രമൊക്കെ പോയിട്ട് കഴുകുന്നത്. ഫുള്ള് കാണാനുള്ള ക്ഷമയൊന്നും എനിക്ക് ഉണ്ടാവില്ല കേട്ടോ. അതിപ്പോൾ എന്ത് പ്രോഗ്രാം ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുള്ളൊന്നും ഞാൻ കണ്ടു കുത്തിരിക്കില്ല. ഞാൻ സിനിമയൊക്കെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് ഒരിക്കലും കാണാറില്ല. ആടന്ന് ഇടുന്നൊക്കെയാണ് കാണൽ. ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് സിനിമ കാണുന്നത് ആകെ തിയേറ്ററിൽ പോയിട്ടാകുമ്പോൾ മാത്രമാണ്. അങ്ങനെ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. വലിയ പണിയൊന്നുമില്ല കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു തുടയൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പം ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെള്ളം കൂട്ടി ഒന്ന് തുടച്ചെടുക്കുന്നതെന്ന് മാത്രം. കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചൊക്കെ വാരി വൃത്തിയാക്കി വെച്ചിട്ടാകുമ്പോൾ ലൈറ്റെല്ലാം ഓഫാക്കി കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുന്നേ ഞാൻ ഒന്നുകൂടെ വന്നിട്ട് കിച്ചണിലൊന്ന് നോക്കൂ കേട്ടോ. അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എല്ലാം കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് പൊസിഷനിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നെന്തോ പൊന്നിനൊരാഗ്രഹം മുടി മടഞ്ഞിട്ടൊക്കെ ഇട്ടിട്ട് കിടക്കണമെന്ന്. പക്ഷേ ഞാൻ അവളുടെ മുടി തൊടുന്നത് മൂപ്പർക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. പൊതുവേ കുട്ടികൾ അങ്ങനെയാണ്, തലയെ തൊടുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷേ ഞാനൊന്നും പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷേ എൻ്റെ അനിയത്തി അങ്ങനെയായിരുന്നു. അവൾക്ക് അവളുടെ തലയിൽ തൊടുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. എൻ്റെ അനിയത്തിയുടെ ഫുൾ ഡിറ്റോ ആണ് എൻ്റെ മോള്. കാണാൻ അവളെ പോലെയൊന്നും അല്ല കേട്ടോ. പക്ഷേ സ്വഭാവം വെച്ചിട്ടാണ് പറഞ്ഞത്. അവളുടെ 3/4 സ്വഭാവം എൻ്റെ മോക്കുണ്ട്. കൈ വെച്ചിട്ടൊന്ന് ചേവി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും ആടെ വേനെടുക്കുന്നു ഈടെ വേനെടുക്കുന്നു, വലിക്കെല്ലാം മുടി പൊഴിയുന്നു, മറ്റേതാവുന്നു മറിച്ചേതാവുന്നു എന്നൊക്കെ. ഈ മുടീൻ്റെ കാര്യത്തിലാണ് ഞാനും അവളും തമ്മിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവുന്നത്. അവസാനം മുടിയൊക്കെ നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്തായാലും രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു കോലത്തിലൊന്നും ഉണ്ടാവില്ല മുടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.